സാർ, 2021 ഏപ്രിൽ 3 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെയാണ് കൊടകരയിൽ വെച്ചിട്ട് കവർച്ച ഹവാല ഇടപാട് നടന്നിട്ടുണ്ടായിരുന്നത്. അത് പിടിച്ചെടുത്തു. അപ്പോൾ അതിൽ പോലീസ് മൊഴി അതിൻ്റെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJP കർണാടകത്തിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്നതാണ് എന്നതാണ്. എന്നിട്ട് 4 വർഷത്തിന് ശേഷം അത് ED ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ചയാണ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. അതിൽ ED BJPനെ വെള്ളപൂശാൻ ശ്രമിക്കുന്നു, BJP ഇതിൽ ഉത്തരവാദിയല്ല എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് സാർ എന്താണ് പറയാനുള്ളത്? ആദ്യത്തെ കാര്യം ശ്രീലക്ഷ്മി, ഇതിനകത്തുള്ള ഒരു കാര്യം ഇതല്ലാതെ മറ്റെന്തെങ്കിലും സംഭവിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നു നിഷ്കളങ്കരെ എന്ന് പറയുന്ന ഒരു ചോദ്യമുള്ളൂ. ആ ചോദ്യമാണ് യഥാർത്ഥത്തിൽ എനിക്ക് കേരള ജനതയോടും ഇന്ത്യൻ ജനതയോടും ഒക്കെ ഈ കാര്യത്തിൽ ചോദിക്കാനുള്ളത്. അതിൻ്റെ കാരണം, ഇതിൽ കെ സുരേന്ദ്രൻ പ്രതിയാകും എന്നൊക്കെ പറഞ്ഞുള്ള ചില മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ സാക്ഷിയാണ്, 7ാമത്തെ 8ാമത്തെ സാക്ഷിയാണ്. അപ്പോൾ അതിനുശേഷം കെ സുരേന്ദ്രൻ പ്രതിയാവും. ഇതിൽ ഒന്നാമത്തെ കാര്യം പറയട്ടെ, ഈ കേസിലൊക്കെ പ്രാധാന്യമുള്ള കേസാണ് ഇത്. ECIR അവർ രേഖപ്പെടുത്തുമ്പോഴും അതിനുശേഷം പോലീസ് ഇത് അന്വേഷിക്കുമ്പോഴും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഏറ്റെടുക്കുമ്പോഴും ഈ കേസ് വിട്ടുപോകും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവും ഉണ്ടായില്ല. ഞാനിത് പലവട്ടം ഈ പറയുന്ന നമ്മുടെ ചാനലിൽ തന്നെ പറഞ്ഞതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും തന്നെ തെരഞ്ഞെടുപ്പുകൾക്ക് കള്ളപ്പണം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ബേസിക് കാര്യം. കാരണം AB വാജ്പേയി ഒരിക്കൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന നമ്മളൊക്കെ തന്നെ ഒരു നുണ പറഞ്ഞുകൊണ്ടാണ് പാർലമെൻറ്റിലേക്ക് എത്തുന്നത് എന്ന് പറഞ്ഞാൽ, ഇവർ 4-5 കോടി രൂപ തെരഞ്ഞെടുപ്പിന് ചിലവാക്കിയിട്ട്, കേരളത്തിലാണെങ്കിൽ 5 കോടി രൂപ, കർണാടകത്തിലാണെങ്കിൽ 50-100 കോടി രൂപയൊക്കെയാണ് ചിലവാക്കിയിട്ട് പാർലമെൻറ്റിലേക്ക് കയറുമ്പോൾ യഥാർത്ഥത്തിൽ ഇവരൊരു കണക്ക് കൊടുക്കണം. ആ കണക്ക് എന്താണെന്നറിയോ? 95 ലക്ഷം രൂപയിൽ കൂടുതൽ 1 രൂപ ചിലവാക്കിയാൽ ഇവർ എന്ത് ചെയ്യപ്പെടും? അയോഗ്യരാക്കപ്പെടും. അപ്പോൾ അത്തരത്തിൽ അയോഗ്യരാക്കപ്പെടും എന്നുള്ളതുകൊണ്ട് ഇവർ അങ്ങനെയാണ് കണക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്കൊക്കെ അറിയാവുന്നതാണ്. ഞാനൊരു കളക്ടറേറ്റിൽ ഫുൾ ടൈം ഉണ്ടായിരുന്നു. അതായത് ഞാനൊരാൾക്ക് വേണ്ടി കണക്ക് കൊടുത്തതാണ്. അത് കൃത്യമായിട്ടുള്ള കണക്കായിരുന്നു. പക്ഷേ മറ്റു പലരും വന്ന് കൊടുക്കുന്ന കണക്കുകളും അവരുടെ രീതികളും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരോട് തന്നെ ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഇതല്ല യഥാർത്ഥ കണക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ ഇപ്പോൾ 66 ലക്ഷം രൂപ 70 ലക്ഷം രൂപയുടെയൊക്കെ കണക്ക് കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കള്ളപ്പണം ഇവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഉപയോഗിക്കുന്നുവെന്ന് ഒരു കാരണവശാലും മറ്റൊരു രാഷ്ട്രീയ പാർട്ടികൾക്ക് ആരോപണം ഉന്നയിക്കാൻ പോലും പറ്റില്ല. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഒന്ന്, അത് ഇവിടെ തന്നെ ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ കേരളത്തിലാകെ 20 ലോക്സഭാ മണ്ഡലങ്ങളുള്ളത്. 20 ലോക്സഭാ മണ്ഡലങ്ങളിലും മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എത്ര രൂപ ചിലവഴിക്കാം? മാക്സിമം വന്നാൽ 20 കോടി രൂപ ചിലവാക്കാം. അതിനപ്പുറത്തേക്ക് ചിലവാക്കാൻ പറ്റില്ല. പിന്നെ അവരുടെ പാർട്ടിക്കാരുടെ ചിലവുകളൊക്കെ എടുക്കാം. പക്ഷേ നമുക്കറിയാം, ഒരു മണ്ഡലത്തിൽ പോലും ഏറ്റവും കുറഞ്ഞത് 5 കോടി രൂപയൊക്കെ ആയിരിക്കും ചിലവാക്കിയിട്ടുണ്ടാവും. ഒരു ചെറിയ പാർട്ടികൾ പോലും, അതായത് ജയിക്കില്ലെന്ന് ഉറപ്പുള്ള 3ാം സ്ഥാനം കിട്ടുന്ന പാർട്ടികൾ പോലും 4-5 കോടി രൂപ ചിലവഴിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ രാഷ്ട്രീയ രംഗം. ഇതവിടെ മാറ്റി വെച്ചിട്ട് നമുക്കിനി ഈ കേസിലേക്ക് വരാം. ഈ കേസിൽ അടിസ്ഥാനമുണ്ട്, വാസ്തവമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ കാരണം, ധർമ്മരാജൻ എന്ന് പറയുന്ന ഒരാൾ ഈ പറയുന്ന കേസുമായി ബന്ധപ്പെട്ട് ഈ പണം കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്ന അയാളാണ്. അയാൾ 41 കോടി രൂപ ഇതുപോലെ കൊണ്ടുവന്നു എന്നാണ് പോലീസിൻ്റെ റിപ്പോർട്ടിലുള്ളത്. ഇതിൽ ഏതാണ്ട് 9 കോടി രൂപയോളം അവിടെ നമ്മുടെ BJPയുടെ ഓഫീസിൽ വെച്ചു എന്ന് പറയുന്നുണ്ട്. അതിന് കൃത്യമായിട്ട് തിരൂർ സതീഷ് എന്ന് പറയുന്ന അന്ന് ഓഫീസ് സെക്രട്ടറി ആയിരുന്ന ഒരാൾ പിന്നീട് വന്നത് പുറത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ പുറത്ത് പറയുമ്പോഴും ഈ ധർമ്മരാജനുമായി ഞങ്ങൾക്ക് ബന്ധമില്ലെന്നൊക്കെ BJP പറയുമ്പോഴും BJPയുടെ ഡിഫൻസ് വളരെ വളരെ ഈ പറയുന്ന പോലെ ലോയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രത്തോളം കൃത്യമായിട്ടുള്ളൊരു ഡിഫൻസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ കാരണം, ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയുന്നത്, ഏറ്റവും ആദ്യം തന്നെ പരാതി കൊടുക്കുന്നത് 25 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്ന് വന്നിട്ടാണ്. പോലീസ് ഇത് റിക്കവർ ചെയ്യുന്നത്, അതായത് പരാതി കൊടുക്കുന്നതിൻ്റെ 3ാമത്തെ ദിവസമാണ് ഈ സംഭവം നടന്നതിന് ശേഷം. അത്രയും ദിവസം പരാതിയില്ല. അപ്പോൾ പരാതി കൊടുക്കാൻ ഇപ്പോൾ ശങ്കുട്ടി ദാസ് കഴിഞ്ഞ ദിവസം ഇരുന്ന് ഒരു ചാനലിൽ ഇരുന്ന് പറയുന്ന ന്യായീകരണം 25 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ എന്ന് ഡ്രൈവറെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് ഡ്രൈവർ ഈ 25 ലക്ഷം എന്ന് പറഞ്ഞ് പരാതി കൊടുത്തതെന്നാണ്. പക്ഷേ അപ്പോഴൊരു കോമൺ സെൻസുള്ള ആൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണ്? 25 ലക്ഷം രൂപ ഇത് പണം മുഴുവൻ അടിച്ചുകൊണ്ട് പോയല്ലോ. പോയതിന് ശേഷം 2 ദിവസം കഴിഞ്ഞ് പരാതി കൊടുക്കുമ്പോഴേക്കും ഇത് ധർമ്മരാജൻ അറിയുകയും, എടാ പോയത് 25 ലക്ഷം രൂപയല്ല, അതിൽ 3.5 കോടി രൂപ ഉണ്ടായിരുന്നു എന്ന് പറയുകയൊക്കെ ചെയ്യൂലേ. അപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, ഇവൻ ആദ്യം കൊണ്ട് പരാതി കൊടുക്കുന്നു. പിന്നീട് പോലീസ് ഏതാണ്ട് 1.5 കോടിയോളം രൂപ റിക്കവറി ചെയ്തെടുക്കുന്നു. ആ 1.5 കോടിയോളം രൂപ റിക്കവർ ചെയ്തെടുക്കുമ്പോഴാണ് ധർമ്മരാജൻ പിന്നീട് എനിക്ക് പോയത് 1.5 കോടിയോ 2 കോടിയോ 3 കോടിയാണെന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നത്, പരാതി കൊടുക്കുകയും ഇതെൻ്റെ പണമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അവകാശവാദം ഉന്നയിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിൽ BJP ഡിഫൻസ് വളരെ വളരെ പരിമിതമാണ്. കാരണം ഇതിൽ കൃത്യമായിട്ടുള്ള മറുപടികളൊന്നും ആർക്കും തന്നെ പറയാൻ ഇല്ല.
കെ സുരേന്ദ്രൻ വളരെ വിശദമായിട്ടുള്ളൊരു വെല്ലുവിളി നടത്തിയിരുന്നു. ഇത് എന്നിലേക്ക് എത്തിക്കാൻ പറ്റില്ല, എന്നിലേക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എൻ്റെ പൊതുജീവിതം അവസാനിപ്പിക്കുമെന്നൊക്കെയാണ്. അതൊക്കെ പലപ്പോഴും രാഷ്ട്രീയക്കാരൊക്കെ പറയുന്നൊരു കാര്യമാണ്. അല്ലെങ്കിലും അദ്ദേഹത്തിലേക്കൊന്നും ഇത് എത്തിക്കാൻ പറ്റില്ല, അത് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. കാരണം ഇതിന് ഏറ്റവും വലിയ തമാശ എന്താണെന്ന് അറിയൂരി, ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള സ്ഥിതി എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ട്. അതായത് BJP കേന്ദ്രം ഭരിക്കുന്നു, കേന്ദ്രത്തിൻ്റെ കീഴിലുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, അതായത് നിർമ്മലാ സീതാരാമൻ്റെ കീഴിലുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ച് അവരെ തന്നെ പിടികൂടും. ഞാൻ പറഞ്ഞ ഇപ്പോൾ രതീഷ് ചക്രവാണി എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്യുന്നു, പോലീസിൽ ഇരിക്കുന്നു, എന്നിട്ട് ഞാൻ എന്നെ തന്നെ പിടികൂടും. കാരണം പണം കൊടുത്തയച്ചത് ആരാണ്, അൾട്ടിമേറ്റ്ലി പണം കൊടുത്തയച്ചത് ആരാണെന്നുള്ളൊരു പ്രശ്നം പറ്റില്ല. കർണാടകത്തിൽ നിന്ന് എവിടെന്നെങ്കിലും പണം എത്തിയെന്ന് പറഞ്ഞാൽ ഈ പണം കൊടുത്തയച്ച്, അങ്ങനെ പണം കൊടുത്തയച്ചവർ അവരെ തന്നെ പിടികൂടും എന്ന് നിഷ്കളങ്കരെ നിങ്ങൾ വിചാരിച്ചിരുന്നുവോ എന്ന് ഞാൻ ആദ്യം ചോദിച്ചത് അതാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇതിൽ വളരെ വളരെ ദുർബലമായിട്ടുള്ള ഡിഫൻസ് മാത്രമേ BJPക്കുള്ളൂ. ഇനി ഈ പറയുന്ന തിരൂർ സതീഷ് എന്ന് പറയുന്ന ഒരാൾ പുറത്തു വന്ന് പറഞ്ഞു. ആ പുറത്തു വന്ന് പറഞ്ഞപ്പോൾ അതിനേക്കാൾ വലിയൊരു തമാശ ഉണ്ടായി. ഈ തിരൂർ സതീഷ് പലതവണ പണം മോഷ്ടിച്ചിട്ടുള്ള ഒരാളാണ്, പണമായി തിരിമറി നടത്തിയിട്ടുള്ള ഒരാളാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർ വേഗമായിട്ടുള്ള തിരൂർ സതീഷിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനുള്ള ചില തന്ത്രങ്ങളൊക്കെ ആദ്യം തന്നെ ആവർത്തിച്ചു. ആദ്യം ഇയാൾ നമ്മുടെ ശോഭാ സുരേന്ദ്രൻ്റെ ഡ്രൈവറായിരുന്നു എന്നൊക്കെയുള്ള ശോഭാ സുരേന്ദ്രൻ്റെയൊക്കെ അറിവോടുകൂടിയാണ് ഇത്തരത്തിലുള്ള പ്രചരണം വന്നതെന്നുള്ളത് പറഞ്ഞു. പിന്നെ രണ്ടാമത് പറഞ്ഞത് ഇദ്ദേഹം 15,000 രൂപയിൽ കൂടുതൽ സാലറി ചോദിച്ചു, കൂടാതെ ഇദ്ദേഹം ചില തിരിമറികൾ അവിടെ നടത്തിയിരുന്നു, അത് കണ്ടുപിടിക്കപ്പെട്ടതിന് ശേഷമാണെന്നൊക്കെ പറഞ്ഞു. ഇദ്ദേഹത്തെ പുറത്താക്കിയതാണെന്ന് പറഞ്ഞു. ഇതൊക്കെ തൃശ്ശൂർ ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള അനീഷ് വന്ന് പറയുമ്പോൾ തിരൂർ സതീഷ് ഉന്നയിച്ചിട്ടുള്ള വലിയൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്നറിയാമോ? ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം 6 മാസം കഴിഞ്ഞതിന് ശേഷവും ഞാൻ അവിടെ ഈ പറയുന്ന അവിടെ നിന്ന് സാലറി പുള്ളിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുന്നതിന് തെളിവുണ്ട്. അദ്ദേഹം BJPക്ക് വേണ്ടി പണം ബാങ്കിൽ അടച്ചതിന് റെസിപ്റ്റ് ഉണ്ട്. അതുകൂടാതെ ഇദ്ദേഹത്തിൻ്റെ താക്കോലേൽപ്പിച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഞാൻ പറയുന്നത് വളരെ ട്രിവിയലായ, വളരെ നിസ്സാരമായ, വളരെ ദുർബലമായിട്ടുള്ള ഡിഫൻസ് മാത്രമേ BJPക്ക് ഒരുക്കാൻ കഴിഞ്ഞുള്ളൂ. പക്ഷേ BJPക്ക് കോൺഫിഡൻ്റ് ആണ്. കാരണം ഒന്ന്, അവരെ തന്നെ പിടിക്കില്ല എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ തന്നെ പണം കൊടുത്തയച്ചിട്ട് പിന്നെ ഞാൻ തന്നെ എന്നെ എന്ത് ചെയ്യില്ല, അന്വേഷണം നടത്തി എന്നിലേക്ക് എത്തും എന്ന് വിചാരിക്കാൻ വയ്യ. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു രാഷ്ട്രീയ പാർട്ടിക്കും ആയുധമാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണം നമുക്കറിയാം, ഏതൊരു തെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കിയാലും അവിടെ വരുന്ന ഹോർഡിങ്ങുകൾ, പോസ്റ്ററുകൾ, ഇത് അച്ചടിക്കാനുള്ള ചെലവ് മാത്രം നിങ്ങൾ എടുത്തു നോക്കിക്കോ, മിനിമം 1.5 കോടി 2 കോടി രൂപ കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഒരു 4-5 കോടി രൂപ വേണം എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഈ നിയമം തന്നെ കൂടെ എടുത്ത് മാറ്റുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ ഏറ്റവും വലിയ ചോദ്യം കൂടി ഉണ്ട് ഇതിൽ. അതെന്താണെന്നറിയാമോ? ഈ 3.5 കോടി രൂപ ഒരു സ്ഥലമിടപാടിന് വേണ്ടി ധർമ്മരാജൻ, അദ്ദേഹം ബാറിൻ്റെ കൂടമയാണ്, മറ്റു പല ബിസിനസ്സുകളിലുള്ള ഒരാളാണ്. അപ്പോൾ അത്തരത്തിൽ ഞാൻ എൻ്റെ ഒരു സ്ഥലമിടപാടിന് വേണ്ടി കൊണ്ടുപോവുകയായിരുന്നു എന്നാണ്. 50,000 രൂപയിൽ കൂടുതൽ കൈവശം വെക്കാൻ പാടില്ല. 20,000 രൂപയിൽ കൂടുതൽ ഒരു ട്രാൻസാക്ഷൻ ബാങ്ക് വഴിയല്ലാതെ നടത്താൻ പറ്റാത്ത ഈ രാജ്യത്ത് എങ്ങനെയാണ് 3.5 കോടി രൂപ എന്ത് ചെയ്യുന്നത്? പിന്നെ BJP അറിയേണ്ടത്, കള്ളപ്പണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് BJP നോട്ട് നിരോധനം കൊണ്ടുവന്നത്. 100ഓളം വരുന്ന ആളുകൾ വെയിലത്തും മഴയത്തും ഒക്കെ ക്യൂ നിന്ന് എന്ത് ചെയ്തു പോയി, മരിച്ചുപോയി നാട്ടിൽ. ആ മരിച്ചുപോയ നാട്ടിൽ കള്ളപ്പണം പിടിക്കുമെന്നും കെ സുരേന്ദ്രനൊക്കെ ഒരു തവണ ചർച്ചയിലിരുന്ന് പറഞ്ഞൊരു കാര്യം, സുരേന്ദ്രൻ അബദ്ധം പറ്റിയതാകും, ഞാൻ അദ്ദേഹത്തെ കളിയാക്കുന്നില്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഓരോരുത്തരുടെയും വീട്ടിലേക്ക് 15 ലക്ഷം, ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ വരും, നിങ്ങൾക്ക് പുളിക്കോ എന്നൊക്കെയാണ് ചോദിച്ചത്. നമുക്കാർക്കും പുളിക്കില്ല, കഴിക്കുകയില്ല. കാരണം വെറുതെ ഒരു നിൽക്കുമ്പോൾ 15 ലക്ഷം രൂപയും കൂടി ഇട്ട് തന്നാൽ. പക്ഷേ കെ സുരേന്ദ്രൻ്റെയൊക്കെ അവകാശം എന്തായിരുന്നു പറഞ്ഞാൽ, ഈ പറയുന്ന പണം മുഴുവൻ എന്ത് ചെയ്യുന്നു, ഒരു നവംബർ 18-ന് നോട്ട് നിരോധനം വരുന്നു. അപ്പോൾ കള്ളപ്പണം ഉള്ള ആരും തന്നെ ഈ നോട്ടുകളുമായിട്ട് എന്ത് ചെയ്യില്ല, റിസർവ് ബാങ്കിലേക്ക് ചെല്ലില്ല. അപ്പോൾ അങ്ങനെ ചെല്ലാത്തപ്പോൾ ഈ ചെല്ലുന്ന പണവും ബാക്കിയുള്ള യഥാർത്ഥത്തിൽ മാർക്കറ്റിലുണ്ടായ പണവും തമ്മിലൊരു വലിയ ഡിഫറൻസ് വരും. ആ ഡിഫറൻസുള്ള പണം ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്ക് വീതിച്ചു കൊടുത്താൽ 15 ലക്ഷം രൂപ വീതം എന്ത് ചെയ്യും, കിട്ടും ഓരോരുത്തർക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത്ര വലിയ മണ്ടത്തരമൊന്നും പുറത്തു വന്ന് പറയാൻ ഒരു വഴിയുമില്ല. പക്ഷെ അതൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടിയാണ് കൊടകരയിൽ പെട്ടുപോയത്. പിന്നെ ഈ കൊടകര സമ്മാനിച്ച ചില സന്തോഷ മുഹൂർത്തങ്ങളൊക്കെ എനിക്കുണ്ട്, അത് പറയാതെ വയ്യ. കാരണം അതുകൊണ്ടാണ് ഈ കൊടകരയിൽ എന്ത് ചെയ്യുന്നത്, ഇവരുടെ വാദങ്ങൾ ദുർബലമാകുന്നത്. ഇനി വേറൊരു തമാശ കൂടി പറയാം. ഈ തിരൂർ സതീഷ് ഇന്നലെ ഞാൻ കണ്ടത് ഏത് ചാനലിലാണ്, ഏഷ്യാനെറ്റിലാണെന്നാണ് എൻ്റെ ഓർമ്മ, കണ്ടപ്പോൾ അനിൽ അക്കരയും തിരൂർ സതീഷൊക്കെ നോക്കുമ്പോൾ അനിൽ അക്കര ചോദിക്കുന്നുണ്ട്, ഒരു നുണ പരിശോധനയ്ക്ക് നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിക്കുന്നുണ്ട്.
അപ്പോൾ അദ്ദേഹം തയ്യാറാണെന്ന് പറഞ്ഞു. ഈ നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞ് തിരൂർ സതീഷിനെ ED ചോദ്യം ചെയ്യാൻ പോലും വിളിപ്പിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഇനി ഞാൻ പറയുന്നത് ഇങ്ങനൊരു കേസൊക്കെ വന്ന് അപ്പം തന്നെ അന്വേഷണം നിർത്തണമെന്നാണ്. എന്താണെന്നറിയാമോ? വെറുതെ 10-20 ആളുകളുടെ ജോലിയും കളഞ്ഞ് നമ്മുടെ കയ്യിൽ ടാക്സും കൊടുത്താണ് അവർക്ക് ശമ്പളം കൊടുക്കണം. അതുകൊണ്ട് വേറെ വല്ല ആവശ്യമുള്ള കാര്യത്തിന് അവർ ഉപയോഗിക്കും. അല്ലാതെ ഇതൊന്നും നടപടിയാക്കാൻ പോണ കേസല്ലെന്ന് എനിക്കും നിങ്ങൾക്കൊക്കെ സാമാന്യ ബോധം ഉണ്ടാകണം. ഇപ്പം ഇനി ചിലർ പറയുന്നത് കരുവന്നൂരും മറ്റേ ഇതുമായിട്ട് വെച്ചുമാറി എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഒരു ഒത്തുതീർപ്പിലുണ്ടായി, അതുകൊണ്ടാണ് നിർമ്മലാ സീതാരാമൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വന്നതെന്നൊക്കെ പറയുന്നു. അതിനുവേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വരേണ്ട കാര്യമില്ല. അല്ലെങ്കിലും ഈ സംഭവമൊന്നും പെട്ടെന്ന് കേരളത്തിൽ എന്ത് ചെയ്യാൻ പോകുന്നില്ല, പിടിക്കപ്പെടാൻ പോകുന്നില്ല. ഇതാണ് അതിൻ്റെ വാസ്തവം. സാർ ഇപ്പോൾ പറഞ്ഞല്ലോ കൊടകരയിൽ സാറിന് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. കൊടകരയിൽ എനിക്ക് നല്ല അനുഭവം ഉണ്ടായിരുന്നില്ല. ഈ കൊടകര ഇൻസിഡൻറ്റ് ഉണ്ടായതുകൊണ്ട് നമ്മൾക്ക് കുറച്ചുകൂടി ഒരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടായി, ഒരു ചെറിയ സന്തോഷമുള്ള അനുഭവം ഉണ്ടായി എന്നാണ് പറയുന്നത്. അത് മിക്കവാറും ആളുകളൊന്നും മറന്നു കാണില്ല. കാരണം മീറ്റ് ദ എഡിറ്റേഴ്സിൽ നമ്മുടെ സുഹൃത്തായിട്ടുള്ള അരുൺകുമാറും അതുപോലെ തന്നെ സുജയ പാർവതിയും ഉണ്ണി ബാലകൃഷ്ണനും ഒക്കെ ഇരുന്നിട്ടുള്ള ഒരു മീറ്റ് ദ എഡിറ്റേഴ്സ് ഉണ്ടായിരുന്നു. ആ മീറ്റ് ദ എഡിറ്റേഴ്സിൽ സുജയ പാർവതി BJP എന്ത് ചെയ്യുകയാണ്, ഒരു സംഘപരിവാറിനെ അത് താല്പര്യത്തോടു കൂടി എന്ത് ചെയ്യുകയാണ്, പാവം ന്യായീകരിക്കാൻ വേണ്ടി പെടാപ്പട് കൊടുക്കുകയാണ്. അപ്പോൾ അതിനുള്ള മിടുക്കോ അല്ലെങ്കിൽ പോയിന്റുകൾ പറയാൻ MP നികേഷ് പോലുള്ള മിടുക്കൊന്നും അത്രയില്ലെങ്കിൽ പോലും കഴിയുന്ന രീതിയിൽ സുജയ പാർവതി അതിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സാധാരണ വളരെ കൃത്യമായി പോയിന്റുകളൊക്കെ ഉയർത്തി അതിനെ എതിർക്കാറുള്ള അരുൺകുമാർ ഈ പോയിന്റ് ഒന്നും ഉയർത്താതെ തന്നെ മറ്റ് കേസുകളുടെ കാര്യം, കരുവന്നൂർ കേസിൻ്റെ കാര്യം സുജയ പാർവതി പറയുമ്പോൾ ഉടനെ തന്നെ ഈ അരുൺകുമാർ കൊടകര 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 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. അതാണ് ഞാൻ പറയുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെലിവിഷൻ ചാനൽ ചരിത്രത്തിലെ തന്നെ അസുലഭ സുന്ദരമായിട്ടുള്ള ഒരു മുഹൂർത്തമായിരുന്നു അത്. കാരണം നമ്മുടെ SKN എന്ന് പറയുന്ന ശ്രീകണ്ഠൻ നായർ സാറ് നിങ്ങൾ ചായ കുടിച്ചോ, എന്തൊക്കെയുണ്ട്, പഴംപൊരി കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള ഒരു മാധ്യമപ്രവർത്തനം കൊണ്ടുവന്നല്ലോ. അപ്പോൾ ഏഷ്യാനെറ്റൊക്കെ ആണെങ്കിൽ മസിൽ പിടിച്ച് കൃത്യമായിട്ടിരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തനമായിരുന്നു. അതിനുശേഷം ശ്രീകണ്ഠൻ നായർ അതിനെ കുറച്ചുകൂടി താഴേക്ക് കൊണ്ടുവന്നു. എന്ന് പറഞ്ഞാൽ വെറുതെ പഴംപൊരി കഴിച്ചോ, എന്തൊക്കെയുണ്ട്, സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഇപ്പോൾ അദ്ദേഹം പിണറായി വിജയനായിട്ടൊരു ഇൻ്റർവ്യൂ നടത്തിയതിനെക്കുറിച്ചൊക്കെ ഞാൻ വിശദമായി പറഞ്ഞിരുന്നു. അതായത് അദ്ദേഹം പറയുന്നത് മറ്റേ പിണറായി വിജയനോട് ചായ കുടിച്ചോ, എങ്ങനെയുണ്ട്, മറ്റേ സുഖമാണോ, രാവിലെ ഏതാണ് ഭക്ഷണം കഴിക്കുന്നത്, പുട്ടാണോ ഇഡ്ഡലിയാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ എനിക്ക് ചിരി വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ആരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണെന്ന് ഉദ്ദേശിക്കുന്നില്ല, എനിക്ക് തോന്നുന്ന ഏതോ ഒരു ആളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടു. ഞാനത് വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് മാറിപ്പോയി. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ സുനിത വില്യംസിനെ മറ്റേ നമ്മുടെ SKN ഇൻ്റർവ്യൂ ചെയ്താൽ എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞ ഒരാൾ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ചോദിക്കുന്നത്, സുനിത വില്യംസ് നിങ്ങൾ തിരിച്ചു വന്നപ്പോൾ വില്യംസ് ചേട്ടൻ എന്ത് പറഞ്ഞു, ഞാൻ നിങ്ങളെ മിസ് ചെയ്തു എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ സമാധാനം പോയി എന്ന് പറഞ്ഞു, ആയിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക. പിന്നെ രാവിലെ നിങ്ങൾ എന്താണ് കഴിക്കുക, ബർഗറാണോ പിസ്സയാണോ എന്നുള്ളതായിരിക്കും ചോദിക്കുക. പിന്നെ ഇതുപോലെ വളരെ രസകരമായ എന്ന് പറഞ്ഞാൽ വളരെ വിശദമായിട്ടുള്ള വിമർശനങ്ങൾ അടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റൊന്നും പറയാനില്ല കേട്ടോ. കാരണം SKN ഇപ്പോൾ പിണറായി വിജയനെ 47 മിനിറ്റ് ഇൻ്റർവ്യൂ ചെയ്തതിൽ ഒരു കാതലായ ചോദ്യവും ചോദിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ശരിക്കും കരൺ താപ്പറൊക്കെ SKN ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ പുള്ളി പണി നിർത്തി എന്ത് ചെയ്താനെ, വല്ല അന്റാർട്ടിക്കയിലും പോയി ആത്മഹത്യ ചെയ്താനെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള മാധ്യമപ്രവർത്തനമാണ്. അങ്ങനെ മാധ്യമപ്രവർത്തനത്തിൽ SKN കൊണ്ടുവന്നിട്ടുള്ള ആ രീതികൾക്ക് ശേഷം അരുൺകുമാർ മറ്റൊരു രീതി കൂടി കൊണ്ടുവന്നു. അതാണ് ഈ കൊടകര 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 എന്നുള്ള പ്രയോഗം കൊണ്ടുവന്നത്. അത് നിങ്ങൾ എന്ത് ചെയ്തോളൂ, കൊടകരയ്ക്ക് വേണ്ടി കരയുന്നവരെ കണ്ട് നിങ്ങൾ പരിതപിക്കുവിൻ എന്നൊക്കെ മറ്റേ സുജയ പാർവതിയും ഒക്കെ പറയുന്നത് കേട്ടു. സുജയ പാർവതി ആൾ കാണാനൊക്കെ നല്ല യോഗ്യയാണ്. ഒരു നന്നായി മേക്കപ്പൊക്കെ ഇട്ട് വളരെ ഓവറായിട്ട് മേക്കപ്പൊക്കെ ഇട്ടിരിക്കുന്ന ഒരാളാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ആ ഒരു കാര്യം എൻ്റെ ജീവിതത്തിലുണ്ടായി. അത് ടെലിവിഷൻ ചാനലിലൂടെ, ന്യൂസ് ചാനലിലൂടെ അത്തരത്തിലുള്ള കോമഡികൾ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് വളരെ സന്തോഷകരമായ അനുഭവം ഉണ്ടായി. ഇലക്ഷൻ സമയത്ത് കള്ളപ്പണം ഉപയോഗിക്കുന്നതിൽ എല്ലാ പാർട്ടികളും വിമുക്തരല്ലാന്ന് സാറ് പറഞ്ഞല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒരു പാർട്ടിയും അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നില്ല, ഒരു പാർട്ടിയും. കാരണം അങ്ങനെ ഒരു പാർട്ടിക്കും തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ കഴിയില്ല. ഞാൻ തെരഞ്ഞെടുപ്പുകൾക്കകത്ത് നിന്ന് ഇലക്ഷൻ മാനേജ്മെൻറ്റ് നടത്തിയിട്ടുള്ള ഒരാളാണ്, പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റായി വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. എനിക്ക് കൃത്യമായിട്ടറിയാം, ഒരു കാശില്ലാത്തത് കൊണ്ട് ചെറിയ ചെറിയ പാർട്ടികളൊക്കെ വലിയ പണമൊന്നും ചിലവഴിക്കുന്നുണ്ടാവില്ല. അത് അങ്ങനെയുള്ള ചില സ്ഥാനാർത്ഥികളൊക്കെ നിലവിലുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിലെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും തന്നെ
ഒരു കാരണവശാലും ഈ പറയുന്ന 40 ലക്ഷം രൂപയാണ് നിയമസഭയ്ക്ക് വെച്ചേക്കുന്നത്, 95 ലക്ഷം രൂപയാണ് കേരളത്തിൽ ഒരു ലോക്സഭയ്ക്ക് വെച്ചേക്കുന്നത്. ഈ പണത്തിനകത്ത് നിന്നുകൊണ്ട് ഒരു പ്രചരണം സംഘടിപ്പിക്കുക അസാധ്യമാണ്. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് ഇതിൻ്റെ ഇരട്ടിയെങ്കിലും ആകും. അതുകൊണ്ട് ഈ കണക്ക് കൊടുക്കുമ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥർക്കും അറിയാം ഇത് തെറ്റായിട്ടുള്ള കാര്യമാണെന്ന്. ഇതിൽ നിന്ന് ഒരാളും കേരളത്തിൽ മുക്തരല്ല. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രഹസനം നടക്കുന്നത് കർണാടകയിലൊക്കെയാണ്. കാരണം കർണാടകയിലൊക്കെ ഇപ്പോൾ നമ്മളൊരു 20 കോടിക്ക് പോലും ഒരു ലോക്സഭാ മണ്ഡലത്തിലെ പ്രചരണം തീരൂല അവിടെ. കാരണം അവിടെയൊക്കെ ഒരു 100 കോടിയൊക്കെ വേണ്ടി വരും. അതുകൊണ്ടാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖരൊക്കെ തിരുവനന്തപുരത്ത് വന്നപ്പോൾ അദ്ദേഹം കുറേ കൂടി പണമിറക്കി എന്ന് പറയുന്ന പ്രചാരമൊക്കെ ഉള്ളത്. പിന്നെ MP രാജേഷിന് ഇത് പറഞ്ഞിട്ടുണ്ട്. തൃത്താലയിലെ നമ്മുടെ പ്രിയപ്പെട്ട സഖാവായിട്ടുള്ള MP രാജേഷ് ഇപ്പോൾ മന്ത്രിയുമാണല്ലോ അദ്ദേഹം. ആ മന്ത്രി തന്നെ ഒരു തവണ പാർലമെൻറ്റിൽ ഇരുന്നപ്പോൾ തൊട്ടടുത്ത് ഉണ്ടായിട്ടുള്ളൊരു ഹിന്ദിയിൽ സ്റ്റേറ്റിൽ നിന്ന് ജയിച്ചു വന്നൊരു MP നിങ്ങൾ എത്ര കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തു ഇലക്ഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. 100 കോടിയാണോ 200 കോടിയാണോ, നിങ്ങളുടെ വീട്ടിൽ എന്താണ് ബിസിനസ് എന്നൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊന്നും ഇല്ലാത്ത, ബിസിനസ്സൊന്നും ഇല്ലാത്ത, വീട്ടിലൊരു ജോലി അങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാത്ത ഒരാൾ, ഇത്തരത്തിൽ സമ്പന്നനില്ലാത്ത ഒരാൾ ജയിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, രാജേഷിനെയൊക്കെ എങ്ങനെ ഇത് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള ഡീല് പുള്ളിക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ്. കാരണം അവരൊക്കെ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് മുടക്കുകയും ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പിന്നീട് എന്ത് ചെയ്യുകയും ചെയ്യുന്നവരാണ്, റീപ്പ് ചെയ്യുകയും ചെയ്യുന്നവരാണ്. പക്ഷേ കേരളത്തിലെ നമ്മുടെ സഖാക്കളായിട്ടുള്ള ബുദ്ധിജീവികൾക്ക് നാട്ടുകാരുടെ കയ്യിൽ നിന്നുള്ള കാശ് കൊണ്ട് തന്നെ ഈ പ്രവർത്തനം നടത്താനും പിന്നെ ബാക്കിയുള്ളത് എന്ത് ചെയ്യാനും സ്വന്തം കയ്യിലേക്ക് വരുമാനം ഉണ്ടാക്കാനും അറിയുന്ന വിഭവശേഷിയും താല്പര്യവും ഒക്കെ ഉണ്ടെന്ന് അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടില്ല, മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഒരു പാർട്ടിയും ഇതിൽ നിന്ന് മുക്തം അല്ല. ഈ കള്ളപ്പണം നിരോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ നോട്ട് നിരോധനം കൊടുക്കുന്നുള്ളത്. അപ്പോൾ നോട്ട് നിരോധന ഭാഗമായിട്ട് കേരളത്തിൽ 100 പേരിലധികം വീണു എന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. 100 പേരോളം ക്യൂവിൽ നിന്ന് വീണ് മരിച്ചുപോയവരാണ്. എന്ന് പറഞ്ഞാൽ മണിക്കൂറുകളോളം ക്യൂവിൽ നിന്ന് ഏതാണ്ട് 4000 രൂപ, അതായത് ഡേ ടു ഡേ ഒരാഴ്ചയിൽ കിട്ടുന്ന ശമ്പളം, ആ ശമ്പളത്തിൽ കിട്ടിയിട്ടുള്ള 2000 രൂപയുടെയൊക്കെ നോട്ടുകൾ കൊടുത്ത് വേറെ നോട്ടുകൾ മാറിയെടുക്കാൻ വേണ്ടി ക്യൂവിൽ നിന്ന് മരിച്ചുപോയിട്ടുള്ളവരാണത്. ഇതിൽ നിങ്ങൾ ഏറ്റവും വലിയ തമാശ ഈ നാട്ടിലെ ജനങ്ങളൊന്നും മനസ്സിലാക്കേണ്ടത്, BJPക്കാരായിക്കോട്ടെ, മറ്റേ CPMക്കാരായിക്കോട്ടെ, കോൺഗ്രസ്സുകാരായിക്കോട്ടെ, നമ്മളെല്ലാം മനുഷ്യരാണല്ലോ ബേസിക്കലി. ആ മനുഷ്യരായിട്ടുള്ള ആളുകളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു ചോദ്യം എനിക്ക് നിങ്ങളോടുണ്ട്. ഏതെങ്കിലും കള്ളപ്പണക്കാരൻ ഈ 100ഓളം പേര് മരിച്ചു പോയല്ലോ ക്യൂവിൽ നിന്ന്, അതിൽ ഏതെങ്കിലും കള്ളപ്പണക്കാരൻ നിന്ന് മരിച്ചോ? കേരളത്തിലുള്ള ഏതെങ്കിലും കള്ളപ്പണം ഇല്ലാതായോ? കേരളത്തിൽ ഇന്നും സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ നടക്കുന്നു. സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ നടക്കുമ്പോൾ ഏതെങ്കിലും സ്ഥലത്തിനോ വീടിനോ കൃത്യമായിട്ടുള്ള പണം കൊടുത്തിട്ടുള്ള രജിസ്ട്രേഷൻ നടക്കുന്നുണ്ടോ? അതായത് നിങ്ങളൊരു 50 ലക്ഷം രൂപയുടെ വീട് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ 30 ലക്ഷം രൂപ കാണിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ 50 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട് അവിടെ. പക്ഷേ 30 ലക്ഷം രൂപ കാണിക്കുള്ളൂ. കാരണം എന്താ? സ്റ്റാമ്പ് ഡ്യൂട്ടിയും ഇതൊക്കെ കുറച്ച് കിട്ടാൻ. അല്ലെങ്കിൽ ഗവൺമെൻറ് തന്നെ വെച്ചിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞത്. ഗവൺമെൻറ് ഒരു അഭ്യർത്ഥനയുണ്ട്, അതെന്താണെന്നറിയോ? ഇപ്പോൾ സ്ഥലത്തിനൊക്കെ ഇത്ര വില ഉണ്ടാവും, ചിലപ്പോൾ 10 ലക്ഷം രൂപയൊക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് 2 ലക്ഷം രൂപയെങ്കിലും കാണിക്കണമെന്നാണ്. മനസ്സിലായി? ഏറ്റവും കുറഞ്ഞ, അതിനാണ് ഏറ്റവും കുറഞ്ഞ വില തീരുമാനിച്ചിട്ടുണ്ട്. ആ കുറഞ്ഞ വില നിങ്ങൾ കാണിച്ചാൽ മതി. ഇനി നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു നോട്ടീസ് വന്നാൽ നിങ്ങൾ ചിലപ്പോൾ 1 ലക്ഷം രൂപ കൂടി ഫൈൻ അടച്ചാൽ മതി. അല്ലെങ്കിൽ ഏതാണ്ട് 6% സ്റ്റാമ്പ് ഡ്യൂട്ടി, മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ ഒരു 10% എന്ത് ചെയ്യണം, ഡ്യൂട്ടി എടുക്കണം. അപ്പോൾ ഈ നമ്മളിവിടെയുള്ള ഈ പറയുന്ന നികുതി തന്നെ അശാസ്ത്രീയമാണ്. അത് ജനങ്ങളോട് പറയുന്നത് നിങ്ങളിത് വെട്ടിക്കൂ എന്നാണ്. ആ വെട്ടിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്ന ആളുകളാണ് സത്യത്തിൽ നമ്മുടെ ഇവിടുത്തെ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരെല്ലാം. മനസ്സിലായോ? അല്ലാതെ ഇവിടുത്തെ ചാർട്ടേഡ് അക്കൗണ്ടന്മാർ വളരെ കൃത്യമായിട്ടുള്ള ഒരു കണക്ക് കൊടുക്കുന്ന ആളുകളല്ല. പകരം കണക്കിൽ നിന്ന് എങ്ങനെ കമ്പനിക്ക് ലാഭം ഉണ്ടാക്കാം, എവിടെയൊക്കെ കാര്യങ്ങൾ എക്സ്പെൻസ് എന്ത് ചെയ്യാം, കൂടുതലാക്കാം, എങ്ങനെ ഈ പറയുന്ന പോലെ വരുമാനം കൂട്ടാമെന്ന് വിചാരിക്കുന്നവരാണ്. അതുകൊണ്ട് ഒരു കള്ളപ്പണക്കാരനും ഈ ക്യൂവിൽ നിന്ന് മരിച്ചില്ല, ഒരു സാമ്പത്തികമുള്ളവനും മരിച്ചില്ല. ഇന്ത്യ ഒട്ടുക്ക് പുറത്തു നോക്കിയാൽ ഏതാണ്ട് 100ഓളം വരുന്ന ആളുകൾ ക്യൂവിൽ നിന്ന് മരിച്ചു പോയവരെല്ലാം സാധാരണക്കാരാണ്. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്ത്യയിൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന കള്ളപ്പണത്തിനെതിരെ കേസെടുക്കാനോ അത് ആർജവത്തോടുകൂടി ഒരു പ്രചാരണായുധമാക്കാനോ ഒന്നും കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ എല്ലാ പാർട്ടിക്കാരുടെ ആളുകൾ കൂടി എനിക്ക് നേരെ കല്ലെറിഞ്ഞോട്ടെ, പക്ഷെ സത്യം ഇതാണെന്ന് വീട്ടിൽ പോയി ഉള്ളിൻ്റെ ഉള്ളിൽ സ്വന്തം മനസാക്ഷിയോട് ചോദിക്കുമ്പോൾ അവർക്കും അറിയാം. കാരണം പല മണ്ഡലങ്ങളിലും ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മുടെ സ്ഥാനാർത്ഥികൾ ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്ന ഒരു 10 ലക്ഷം രൂപ കഴിയും. കാരണം 150 സാരികൾ, 250 ഷർട്ടുകളൊക്കെ ഇട്ടിട്ടുള്ള വിവിധ ഫോട്ടോകളാണ് എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. ഈ ഫോട്ടോ എടുത്തതിന് ശേഷം പിന്നെ അവരെ വെളുപ്പിക്കുകയും പിന്നെ അവരെ വളരെ സുമുഖരാക്കുകയും ഫോട്ടോഷോപ്പിലിട്ട് എന്ത് ചെയ്യുകയൊക്കെ ചെയ്യുന്ന വലിയ പണികൾ ഇതിൻ്റെ പുറകെ എന്ത് ചെയ്യുന്നുണ്ട്,
എടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പണികൾ എടുത്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് ഇതിൽ സുരേന്ദ്രൻ മാത്രമാണ് പ്രതി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സുരേന്ദ്രൻ ചിലപ്പോൾ കെ സുരേന്ദ്രനോ അല്ലെങ്കിൽ BJPക്കോ കൊണ്ടുവന്ന പണം അത് മാനേജ് ചെയ്യുന്നതിന് ഒരു ചില കുഴപ്പങ്ങൾ കൊണ്ടിട്ട് എന്ത് ചെയ്തു പോയി, തെറ്റിപ്പോയി. പിന്നെ ഇതിൽ വന്നിട്ടുള്ള ഒരു ആരോപണം കൂടി നമ്മൾ ശ്രദ്ധിക്കണുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അതെന്ന് വെച്ചാൽ ഈ BJP ഓഫീസിലേക്ക് കൊണ്ടുവന്ന പണം തൃശ്ശൂർ ഇറക്കിയതിന് ശേഷം ആലപ്പുഴക്ക് പോകുന്നുണ്ടെന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയുള്ള ആളുകൾ വിവരം കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, മറ്റുള്ള ആളുകൾ വന്നത് തട്ടി എടുക്കുന്നത്. അപ്പോൾ എത്ര ആത്മാർത്ഥതയുള്ള നേതാക്കന്മാരായിരിക്കും പാർട്ടികളുടെ എന്നുള്ളത് ഓരോ പാർട്ടികളും ആലോചിച്ചാൽ വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇതുപോലെയുള്ള കെടുതികളൊക്കെ ഇനി ഉണ്ടാകും എന്നുള്ളതാണ് വാസ്തവം. സാർ, ഈ ഇലക്ഷനിൽ ഇത്ര പണം ഒരു പാർട്ടിക്ക് വേണ്ടി വിനിയോഗിക്കണമെന്ന് പറയുന്നത് ഒരു സ്ഥാനാർത്ഥിക്ക് ഇത്ര ഫണ്ട് എന്നുള്ളത്, അപ്പോൾ അത് എടുത്തു മാറ്റിയാൽ എന്ത് സംഭവിക്കും എന്നുള്ള സാർ ഒന്ന് പറയാമോ? അല്ല, ഞാനത് എടുത്തു മാറ്റണം എന്ന അഭിപ്രായമുള്ള ഒരാളാണ്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ നിങ്ങൾ ഓസ്ട്രേലിയയിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിന് ഇതുപോലെ ഫണ്ടിന് നിയന്ത്രണം ഉള്ളത്, അമേരിക്കയിൽ എങ്ങനെയാണ് എന്നുള്ളത്, മറ്റു വിദേശ രാജ്യങ്ങളിൽ എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്ത് ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ലിങ്ക് ഇപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പക്ഷേ ഞാൻ പറയുന്നത് അത് ആവശ്യമുള്ളവർ കണ്ടോട്ടെ. അതിനൊക്കെ പല മാർഗ്ഗങ്ങളുണ്ട് അവിടെയൊക്കെ. പക്ഷേ നമ്മൾ അറിയേണ്ടത് ഈ ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ ഈ 95 ലക്ഷം രൂപ ഒരു MP-ക്ക് 30 അല്ലെങ്കിൽ 40 ലക്ഷം രൂപ ഒരു MLA-ക്ക് എന്ന് പറഞ്ഞ് വെച്ചേക്കണതിൻ്റെ കുഴപ്പമെന്നാണെന്നറിയാമോ? കുഴപ്പം നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്ന് വലിയ തോതിൽ ശമ്പളം പറ്റുന്ന ആളുകളുടെ ഒരു 10-20 ദിവസം വെറുതെ കളയാണ് ഇവർ. മനസ്സിലായോ? 100 കണക്കിന് സ്റ്റാഫുണ്ട്. അപ്പോൾ എത്ര ശമ്പളം വരും? കാരണം അവർക്ക് നമ്മൾ കൊണ്ടുപോയിട്ടൊരു കള്ളക്കണക്ക് കൊടുക്കുന്നു. ആ കള്ളക്കണക്ക് അവർ എന്ത് ചെയ്യുന്നു? വെരിഫൈ ചെയ്യുന്നു. ഇതിനൊക്കെ വെറുതെ സമയങ്ങളല്ലേ. അതായത് രണ്ടുപേർക്കും അറിയാം ഇത് വളരെ ഫ്യൂട്ടൈൽ ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്, ഇതൊരു പ്രയോജനവും ഇല്ല എന്നുള്ളത്. ഇനി ഏറ്റവും വലിയ അടുത്ത തമാശ എന്താണെന്നറിയാമോ? അടുത്ത തമാശ എന്ന് വെച്ചാൽ ഒരു സ്ഥാനാർത്ഥിയുടെ ഇവർ കുറേ ഷൂട്ട് ചെയ്തെടുക്കും. അതായത് ഒരു ക്യാമറ, വീഡിയോ ക്യാമറയൊക്കെ വെച്ചിട്ട് ഒരാളുകളെ കൊണ്ട് ഒരു സ്ഥാനാർത്ഥിയുടെ കുറേ ഷൂട്ട് ചെയ്ത് എടുക്കും. ഓക്കെ, അപ്പോൾ ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥാനാർത്ഥി, ഞാൻ ഏതാണ് സ്ഥാനാർത്ഥി എന്നോ ഏതാണ് കളക്ടറേറ്റ് എന്നോ പറയുന്നില്ല, ഒരു സ്ഥാനാർത്ഥി അദ്ദേഹം സത്യത്തിൽ പോസ്റ്റർ അടിച്ചിട്ടില്ല. അപ്പോൾ പോസ്റ്റർ അടിച്ചിട്ടില്ലാത്ത ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇവർ പറയണത് അവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥർ എഴുതി വെച്ചേക്കണം ഇദ്ദേഹത്തിൻ്റെ 50 പോസ്റ്റർ കണ്ടു എന്നാണ്, അല്ലെങ്കിൽ 150 പോസ്റ്റർ കണ്ടു. അതായത് ഇങ്ങനെ ഇത് വിജിലൻ്റായി നോക്കണമല്ലോ. ഈ 95 ലക്ഷത്തിൽ കൂടെ അല്ലെങ്കിൽ ചിലവാക്കണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് ഒരു 4-5 വിങ്ങുകൾ ഇതിലുണ്ട്. ഓരോ താലൂക്കിലും ആളുകളെ വിട്ടിട്ടുണ്ട്, ഉദ്യോഗസ്ഥർ വിട്ടിട്ടുണ്ട്. ഒരു വൃന്ദത്തെയാണ് വിട്ടേക്കുന്നത്, അതായത് വീഡിയോ ക്യാമറ അടക്കം ഷൂട്ടിങ്ങിന്. അപ്പോൾ അത്തരത്തിൽ വലിയ കാശ് ഗവൺമെൻറ് ഇതിനു വേണ്ടി മുടക്കുകയാണ്. ഗവൺമെൻറ് പറയും ഇത് നടക്കണ വഴിയല്ലെന്ന്. മനസ്സിലായോ? ആദ്യമേ തന്നെ സ്ഥാനാർത്ഥികളുടെ എല്ലാവരുടെയും കൂടി, അതായത് പ്രമുഖരായ പാർട്ടികളെ എല്ലാവരെയും കൂടി വിളിച്ചിട്ടാണ് കണക്ക് തന്നെ ഉണ്ടാക്കണം. അതായത് ഒരു ബാനറിന് എത്ര വെക്കണം എന്ന് അവരെല്ലാവരും കൂടി ഇരുന്ന് ആലോചിക്കുകയാണ്. സത്യത്തിൽ ഒരു പോസ്റ്ററിന് 10 രൂപ വരുമെങ്കിൽ അവരെല്ലാവരും കൂടി പറയും നമുക്ക് 1 രൂപ കണക്കൂട്ടാൽ മതി എന്ന് പറഞ്ഞാൽ 10,000 പോസ്റ്റർ അടിച്ചു എന്ന് പറഞ്ഞാൽ 10,000 പോസ്റ്ററിന് 10,000 രൂപ എന്ത് ചെയ്യുള്ളൂ. ഇങ്ങനെ ആദ്യം മുതൽ തുടങ്ങുന്ന അഭ്യാസങ്ങളാണ്. അപ്പോൾ ഇത് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണോ? ഗവൺമെൻറ് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണോ? അപ്പോൾ ഇത് പിടിക്കാൻ പറ്റില്ലാത്ത വെറും മറ്റേ ഒരു ഉപയോഗമില്ലാത്ത ഒരു പ്രഹസനം നടത്തുകയാണ് ഉദ്യോഗസ്ഥന്മാരും ആളുകളും കൂടി. അപ്പോൾ സത്യത്തിൽ നമ്മുടെ അത്രയും കാശും കൂടി ലാഭിക്കാൻ പറ്റും. വേറൊരു കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഒന്ന് ഈ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നു, പോസ്റ്ററിനുള്ള തീരുമാനിക്കുന്നു, കണക്ക് കൊടുക്കുന്നു, കണക്ക് എഴുതാൻ വേണ്ടി സ്ഥാനാർത്ഥികൾ 4-5 ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിന് വെക്കുന്നു. ആ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഈ കണക്ക് എങ്ങനെ കുറക്കാമെന്ന് ആലോചിച്ച് കണക്ക് എഴുതുന്നു. എന്നിട്ട് 66 ലക്ഷം രൂപ കണക്ക് കൊടുക്കുന്നു. അപ്പോൾ അവർ വന്നിട്ട് പറയുന്നു ഇല്ല നിങ്ങൾക്ക് 10,000 പോസ്റ്റർ ഞങ്ങൾ കൂടുതൽ കണ്ടു, കയറ്റിക്കോ എന്ന് പറയുന്നു. അപ്പോൾ ഒരു 5 ലക്ഷം രൂപ കയറ്റുന്നു. അങ്ങനെ എല്ലാം കൂടി കയറ്റിയാലും 70-80 ലക്ഷം രൂപയിലെ എല്ലാ പരിപാടിയും തീർക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ പോസ്റ്റർ അടിച്ചിട്ടില്ലാത്ത ഒരു സ്ഥാനാർത്ഥിക്ക് നിങ്ങൾ പോസ്റ്റർ അടിച്ചിട്ടുണ്ട്, അപ്പോൾ ഞങ്ങൾ പോസ്റ്റർ അടിച്ചിട്ടില്ല, അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് തലവേദന പോലും എന്ന് പറയുമ്പോൾ എന്താ പറയണമെന്നറിയോ? ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ വളരെ ചെറിയ എമൗണ്ടല്ലേ ഉള്ളൂ, ഒരു 2-3 ലക്ഷം രൂപ കൂടി അങ്ങോട്ട് കൂട്ടി എഴുതിയ പ്രശ്നം തീരുന്നില്ലെന്ന്. അപ്പോൾ അതുപോലെയുള്ള അഭ്യാസങ്ങളും ആഭാസങ്ങളുമാണ് ഈ പരിപാടി കൊണ്ട് നടക്കുന്നത്. ഇത് കേരളത്തിലാണിട്ട് ഇങ്ങനെ, കേരളത്തിലാണ് ഇങ്ങനെ. നോർത്തൊന്നും വേണ്ട, കർണാടകത്തിലേക്കൊക്കെ പോയാൽ ഇത് എങ്ങനെയായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലായത്. കർണാടക, തമിഴ്നാട്, ഇനി കുറച്ചും കൂടി അപ്പുറത്തേക്കൊക്കെ പോയാൽ നമ്മുടെ കണ്ണുകളിൽ പോയത് ബീഹാർ, ഉത്തർപ്രദേശ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യാണ്? അവിടെ മത്സരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് എത്ര രൂപ ചിലവഴിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് പാവപ്പെട്ട ഉദ്യോഗസ്ഥരെ എന്ത് ചെയ്യുക? ഇരിക്കുക. നാളെ രാവിലെ വന്ന് ഇവന് സല്യൂട്ട് അടിക്കണം. എന്തെന്ന് ഇവൻ ജയിച്ചു വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം? അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആഭാസ നൃത്തങ്ങൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് എന്ത് പ്രഹസനം നിർത്താൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള പരിപാടി എന്ത് ചെയ്യണം?
ഈ ക്യാപ്പങ്ങ് എടുത്ത് കളയണം, സൗകര്യമുള്ളവൻ ചിലവാക്കിക്കൂടെ.